വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റത്തില്ല, വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ ഐശ്വര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി കെ ശശി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തിയതിൻ്റെ ധാർമ്മികതയും പി കെ ശശിയെ ഒറ്റപ്പാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നതിൻ്റെ ന്യായീകരണവും നിലപാടിൻ്റെ രാജകുമാരൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സജി ജോസഫിന് വേണ്ടി 3 മാസം മുമ്പ് തുടങ്ങി തന്നെ ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ ഓൺലൈൻ ദൃശ്യമാധ്യമങ്ങൾക്കും പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾക്കും ഇയാളുടെ പ്രൊഫൈൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ സഭയാണോ കോൺഗ്രസിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്യുന്നത്? വി ഡി സതീശൻ എന്താണ് പറഞ്ഞിരുന്നത്? ഒരു സമുദായത്തിൻ്റെയും തിണ്ണ നിറങ്ങാൻ വേണ്ടി പോകില്ല എന്നല്ല പറഞ്ഞിരുന്നത്. വി ഡി സതീശൻ്റെ വനവാസം ഇനി അത്ര വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ദിപ്പൂർ കാടുകളാണ്. നമസ്കാരം. ഏറെ കോലാഹലങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. അതിനെപ്പറ്റി ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ അധികായന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും കെ സുധാകരന്റെ പേര് അവിടെ ഉണ്ടാവും. അത് നമുക്കും അംഗീകരിക്കാം. അദ്ദേഹത്തിന് സീറ്റില്ല. ഇനി സീറ്റ് കൊടുത്തവരെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിലൊരാളാണ് ഈ പി കെ ശശി. ഇനി സുധാകരന് സീറ്റില്ല, പി കെ ശശിക്ക് സീറ്റുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇനി ഇത് വല്ല രാജതന്ത്രം അല്ലെങ്കിൽ വല്ല പൊളിറ്റിക്കൽ ടാക്ടിക്സിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന് പിന്നിലൊരു രാഷ്ട്രീയം? നിലപാടുകളുടെ രാജകുമാരൻ വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റത്തില്ല, വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ ഐശ്വര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി കെ ശശി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കാരണം എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തിയതിൻ്റെ ധാർമ്മികതയും പി കെ ശശിയെ ഒറ്റപ്പാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നതിൻ്റെ ന്യായീകരണവും നിലപാടിൻ്റെ രാജകുമാരൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അവർ പറയുന്നൊരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരെയും ട്രാക്ക് റെക്കോർഡ് ഏകദേശം ഒരുപോലെയാണ്. ഈ പി കെ ശശിയുടെ തീവ്രത കുറവും എൽദോസ് കുന്നപ്പള്ളിയുടെ തീവ്രത കൂടുതലുമാണ് എന്ന് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ തീവ്രത ഇളക്കാൻ വേണ്ടി വി ഡി സതീശൻ പോയിട്ടുണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാ. പോയിട്ടുണ്ടെങ്കിൽ പറയട്ടെ, എൽദോസ് കുന്നപ്പള്ളിയുടെ തീവ്രത ഇത്ര കൂടുതലായിരുന്നു, പി കെ ശശിയുടെ തീവ്രത ഇത്ര കുറവായിരുന്നു എന്ന് പറയട്ടെ. ഞാൻ കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്ന് മാറ്റിയതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. എറണാകുളം ജില്ലയിൽ നിന്ന് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ പോലും നിയമസഭയിൽ എത്താൻ പാടില്ല എന്നുള്ള വി ഡി സതീശൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിനകത്തില്ല. എറണാകുളം ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലേക്കും രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളെയും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇവരെ ആരെയും പരിഗണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പെരുമ്പാവൂർ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ ആ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തുകയും പി കെ ശശിയെ ഇരു കൈയും നീട്ടി വാദ്യമേളങ്ങളോടുകൂടി സതീശൻ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ധാർമ്മിക വശം എന്താണെന്ന് പറയണം. അവിടെയും അത്യാവശ്യം പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ. ഒന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം 1996 രാഷ്ട്രീയം അവസാനിപ്പിച്ച് അന്നൊരു വനവാസത്തിന് പോയിരുന്നതാണ് അദ്ദേഹം. അന്ന് വനവാസത്തിനല്ല അദ്ദേഹം പോയിരുന്നത്, അന്ന് മറ്റു പല ജോലിക്ക് വേണം അദ്ദേഹം പോയിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളുടെ പേരാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ജോസഫ് വാഴക്കൻ എന്ന് പറയുന്നത്. ആ ജോസഫ് വാഴക്കൻ്റെ സീറ്റ് പോലും വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വി ഡി സതീശൻ മുൻപിൽ നിന്നു എന്ന് പറയുമ്പോഴത്തൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരത്തെ നാട്ടകം സുരേഷ്, കോട്ടയം DCC പ്രസിഡന്റായിട്ടുള്ള നാട്ടകം സുരേഷും വി ഡി സതീശനും തമ്മിൽ ഈ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വരെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറിയതിനു ശേഷം നാട്ടകം സുരേഷ് ഏറ്റുമാനൊരു സീറ്റ് നേടി അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് വരെ ജോസഫ് വാഴക്കിനോട് താങ്കൾ മണ്ഡലത്തിൽ സജീവമാകണമെന്നും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം എന്നും നിർദ്ദേശിച്ച ഹൈക്കമാൻഡ് അത് വിശ്വസിച്ച ജോസഫ് വാഴക്കൻ ഏകദേശം 1 ലക്ഷത്തോളം പോസ്റ്റർ അടിക്കുന്നു, ബോർഡ് അടിക്കുന്നു. അതൊക്കെ ഇപ്പം എന്തായി അവസ്ഥ? പരസ്യമായി തന്നെ തന്റെ വിഷമം അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അറിയിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം 10-25 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് പോകുന്നവനല്ലേ അവൻ്റെ വിഷമം അറിയാൻ പറ്റത്തുള്ളൂ. ഈ കോൺഗ്രസ് എന്നുള്ള പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പുതിയ ജെൻസി ടീംസൊക്കെ പറയുമായിരിക്കും, ജോസഫ് വാഴക്കനൊക്കെ കാലഹരണപ്പെട്ട നേതാക്കന്മാരാണെന്ന്. പക്ഷേ ജോസഫ് വാഴക്കനെ പോലെയും അജയ് തറയലിനെ പോലെയും ഇങ്ങനെ എത്ര നേതാക്കന്മാരുണ്ടെന്നേ. എന്നാൽ വർക്കല കഹാറിന് മത്സരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വർക്കല കഹാറിന് മത്സരിക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് നമ്മൾ പോയി എന്ന് പറയും. അതല്ല എങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട MLA-മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ. സംശയം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഏകലും സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം
ഇനി ബന്ദിപ്പൂർ കാടുകളിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. നിലവിലത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളി അങ്ങോട്ട് മാറ്റി നിർത്തി എന്നുള്ളതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു പോയി എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് അവിടെ ജനകീയ അടിത്തറയുണ്ട്. അല്ലാതെ ഈ വി ഡി സതീശൻ പറയുന്ന പോലെ ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യും ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഈ സർക്കാരിനെ എന്തിനു മാറ്റണമെന്നുകൂടി ജനങ്ങൾ ചിന്തിക്കും. അത് നമുക്ക് ചർച്ചയിൽ വളരെ വിശദമായിട്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ടപ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, സജി ജോസഫ്. അദ്ദേഹം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഞാനിതിനെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള പല പഞ്ചായത്തിലെയും പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരെയും വിളിച്ച് അന്വേഷിച്ചു. ആരാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പല ആളുകൾക്കും ആരാണ് ഈ സ്ഥാനാർത്ഥി എന്ന് പോലും അറിയത്തില്ല. ഇതിനു മുമ്പ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ UDFൻ്റെ പ്രവർത്തനങ്ങളിൽ സമരരംഗത്ത് ഒന്നും കാണാത്തൊരു വ്യക്തിയാണ് ഈ സജി ജോസഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹം തലപ്പലം പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു, വേറെ ഏതൊരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ആളുകളെ കണ്ട ചിരിക്കത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അതായത് രാവിലെ ഒരു ഷർട്ടും മുണ്ടും അലക്കിത്തേച്ച് പശമുക്കി അതും ഇട്ടുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ തൊഴിലാളി എന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ സജി ജോസഫിനെ അവിടെ മറ്റാർക്കും അറിയത്തില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. എന്നാൽ അവിടെ സീറ്റിന് അർഹതയുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ടോമി കല്യാണിയെ പോലെയുള്ള മുൻ DCC പ്രസിഡന്റ് അവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ വസന്ത് തെങ്ങമ്പള്ളിയെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെ, അതായത് സമരമുഖത്ത് നിൽക്കുന്ന, കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന പലരെയും മാറ്റിക്കൊണ്ടാണ് വി ഡി സതീശൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ സജി ജോസഫിനെ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്ന്, ഈ സജി ജോസഫിന് വേണ്ടി 3 മാസം മുമ്പ് തുടങ്ങി തന്നെ ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ ഓൺലൈൻ ദൃശ്യമാധ്യമങ്ങൾക്കും പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇയാളുടെ പ്രൊഫൈൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് അത് ശ്രദ്ധിക്കുന്നത്. ആരാണ് ഇദ്ദേഹം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നലെ തുടങ്ങിയാണ് നമ്മൾ അന്വേഷിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അറിയാൻ സാധിച്ച പേരാണിത്, പൂഞ്ഞാറിൽ സജി ജോസഫ്. അതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റോണി മാഷാണ്, SD കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ദീപികയിലൊക്കെ കോളം എഴുതുന്ന ആളാണ്, വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കും അദ്ദേഹം എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം എടുത്തു കണ്ടപ്പോൾ എനിക്കത്ര ഒരു വലിയൊരു വാഗ്മിയാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. എന്താ സഭയാണോ കോൺഗ്രസിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്യുന്നത്? വി ഡി സതീശൻ എന്താണ് പറഞ്ഞിരുന്നത്? ഒരു സമുദായത്തിൻ്റെയും തിണ്ണ നിറങ്ങാൻ വേണ്ടി പോകില്ല എന്നല്ല പറഞ്ഞിരുന്നത്. ആ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സെൻറ് തോമസ് മൗണ്ടിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് വി ഡി സതീശൻ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ്റെ ഒരു അപ്രമാദിത്വമാണ് ഇവിടെ കണ്ടിരുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്നു, ആ സ്ഥാനാർത്ഥിയെ വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാജിവെക്കും, ഞാൻ മത്സരിക്കില്ല, ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും, ഞാൻ പത്രക്കാരെ കാണും, ഞാൻ മത്സരിക്കില്ല. ആർജവമുള്ള ഹൈക്കമാൻഡ് ആയിരുന്നെങ്കിൽ താൻ അങ്ങോട്ട് രാജിവെക്ക്, ഇപ്രാവശ്യത്തെ ഭരണം പോയാൽ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കും, ഏതൊക്കെയാലും ഭരണം പോകും. അപ്പോൾ ഈ പറഞ്ഞൊരു ധിക്കാരത്തിന് കൂടി വകവെച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ തലവെച്ചു കൊടുത്തിട്ട് നാണം കെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. സുധാകരന്റെ കേസിൽ തീർച്ചയായിട്ടും. കാരണം സുധാകരനെ പോലെയുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ 4 ദിവസം വാർത്താമാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനല്ലേ, അല്ലാണ്ട് വേറെ ആർക്കുമല്ലല്ലോ. വി ഡി സതീശന്റെ വനവാസം ഇനി അത്ര വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ദിപ്പൂർ കാടുകളാണ്. ബന്ദിപ്പൂർ കാടുകളിലേക്ക് ഇദ്ദേഹം ചെല്ലുന്നു എന്ന വാർത്ത ഈ ദിവസങ്ങളിലൊക്കെ ബന്ദിപ്പൂർ കാടുകളിൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പുലിയും സിംഹം, അതോടൊപ്പം തന്നെ ഈ പാമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങും. ക്ഷുദ്രജീവികളൊക്കെ അതിൽപ്പെട്ട ചില ആളുകളാണ് പൂഞ്ഞാറിലും ഈ പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോകണ്ട ഇവിടുന്ന്. ബന്ദിപ്പൂർ കാട്ടിലേക്ക് ഇദ്ദേഹത്തെ വനവാസത്തിന് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ഇപ്പോൾ ചില നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണ്ടേ? അതിനുവേണ്ടി ബന്ദിപ്പൂരിൽ നിന്ന് തന്നെ കാട്ടിൽ നിന്ന് തന്നെ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഈ പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിലും ഈ പറഞ്ഞ പൂഞ്ഞാറിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ 95 സീറ്റുകളിലെ 92 സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി 3 സ്വതന്ത്രരാണ്.
തളിപ്പറമ്പിലത്തെ ഒരു സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ, നമ്മളതിനെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ കാണുന്നു. രാഷ്ട്രീയ നീക്കം തന്നെയാണ്. പക്ഷെ മറിച്ച് അമ്പലപ്പുഴയിലും ഒറ്റപ്പാലത്തും എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുമെന്ന് ഈ ടി കെ ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് വിമതം മത്സരിക്കുന്നുള്ള ഒരു വാർത്തയുണ്ട്. അല്ല, അതൊക്കെ നടന്നോട്ടെ, പക്ഷെ അത് രാഷ്ട്രീയ മൂവ്മെൻ്റ് ആണത് തളിപ്പറമ്പിലെ. അതിനെ നമ്മൾ സമ്മതിക്കുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളട്ടെ, പി കെ ശശിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ചുകൂടി ഗർഭചിത്രം നടത്തിയ കേസിലെ പ്രതിയാണ് അയാള്. അപ്പൊ പി കെ ശശി എന്ന് പറഞ്ഞാലോ പീഡനത്തിന് ശ്രമിച്ച ആളല്ലേ. അപ്പൊ അങ്ങനെയുള്ള പി കെ ശശിയെ മാറ്റി നിർത്താൻ സാധിക്കാതെ പി കെ ശശിയെ സ്വീകരിച്ച് ആനയിച്ച് വി ഡി സതീശൻ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ വി ഡി സതീശൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കണമെന്നേ. കോവളം MLA എം വിൻസെന്റിന് ഒരു ഔദാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അർഹനാണ് എൽദോസ് കുന്നപ്പള്ളിയും. 20,000-25,000 വീടുകൾ കയറി ഇറങ്ങി കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയ ആളാണ് എൽദോസ് കുന്നപ്പള്ളി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീടുകൾ കയറി ഇറങ്ങി തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ UDF MLA-മാരിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരു MLA ആണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയും മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള JB മേത്തറും തമ്മിലൊരു ഗ്രൂപ്പ് വൈരമുണ്ട്. ആ ഗ്രൂപ്പ് വൈരത്തിന്റെ ബാക്കി പത്രം കൂടിയിട്ടാണ് ഈ ഒരു സീറ്റ് നിഷേധം എന്ന് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കുന്നപ്പള്ളിയെ തള്ളുകയും കെ സുധാകരനെ സൈഡാക്കുകയും ചെയ്യുകയും അതിനുശേഷം പി കെ ശശിയെ പോലെയുള്ളവരെ പച്ചപ്പരവതാനി വിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ കേരളത്തിലെ സതീശൻ കോൺഗ്രസ്. ഒരിക്കലും കോൺഗ്രസ് എന്ന് പറയില്ല, അതൊരു വലിയ പ്രസ്ഥാനമാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് സതീശൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ സതീശൻ കോൺഗ്രസ് അധികം താമസിക്കാതെ വനവാസത്തിന് പോകും. ആ വനവാസത്തിന് പോകുന്നതോടുകൂടി ഇവിടുത്തെ യഥാർത്ഥ കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.